ഉറ്റോരുപേക്ഷിച്ചിടും എൻ്റെ കൂട്ടാളികൾ പോയിടും. തെറ്റാതെ നാപത്തു നേരങ്ങളിൽ കൂട്ടായെനിക്കുണ്ടു നീ. എന്നേശുവേ എൻ ജീവനേ, എന്നാശ നീ മാത്രമാ. എന്നാശ നീ മാത്രമാ. എന്നാശ നീ മാത്രമാ. ശോകാന്തകാരങ്ങളിൽ എന്നേകാന്ത നേരങ്ങളിൽ ശോകാന്തകാരങ്ങളിൽ എൻ ഏകാന്ത നേരങ്ങളിൽ എൻ കാന്ത നീ എന്നിലാശ്വാസമായി വൈകാതെന്നും വന്നിടും. എൻ കാന്ത നീ എന്നിലാശ്വാസമായി വൈകാതെന്നും വന്നിടും. എന്നേശുവേ എൻ ജീവനേ, എന്നാശ നീ മാത്രമാ. എന്നാശ നീ മാത്രമാ. എന്നാശ നീ മാത്രമാ. എന്നേശുവേ എൻ ജീവനേ, എന്നാശ നീ മാത്രമാ. എന്നാശ നീ മാത്രമാ. എന്നാശ നീ മാത്രമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു നല്ല പകൽക്കാലം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകി. അതെ, കർത്താവ് നമ്മുടെ ആശയും പ്രത്യാശയും അവൻ തന്നെയാണ്. എൻ്റെ ആശ നീ മാത്രമാണ് എന്നാണ് പാട്ടുകാരൻ പാടുന്നത്. നമ്മെ ഉറ്റോരും ഉടയോരും ഉപേക്ഷിച്ചിട്ട് പോകും. എന്നാൽ തെറ്റാതെ ആപത്ത് നേരങ്ങളിൽ നമുക്ക് കൂട്ടായി ഉള്ളത് കർത്താവ് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. യോബിൻ്റെ അനുഭവം അതുതന്നെ ആയിരുന്നു. വലിയ സമ്പന്നനായ മനുഷ്യൻ, വലിയ കോടീശ്വരനായ മനുഷ്യൻ, ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നവൻ, ഒരുപാട് ജോലിക്കാർ ഉണ്ടായിരുന്നവൻ, മഹാസമ്പന്നനായിരുന്നിട്ടും കൂടെ അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവകൽപ്പന പൂർണ്ണമായി പിൻപറ്റിയവനായിരുന്നിട്ടും കൂടെ ജീവിതത്തിൽ ഇത്രയധികം ശോധനകൾ വന്നു. അവൻ തൻ്റെ വീടുമൊക്കെ ഉപേക്ഷിച്ച് അതിലെ സൗഭാഗ്യങ്ങളൊന്നും തനിക്ക് അനുഭവിക്കാൻ കഴിയാതെ ഇതാ വെറും തറയിൽ ചാരത്തിൽ ഇരിക്കുകയാണ്, പൂഴി വാഴിയിട്ടുകൊണ്ട്. ഓട്ട് കഷ്ണമെടുത്ത് തന്നെത്താൻ തൻ്റെ വേദന മാറുവാൻ, തൻ്റെ ശരീരത്തിൻ്റെ ഇറിറ്റേഷൻ മാറുവാൻ ആ ഓട്ട് കഷ്ണം ഉപയോഗിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. തനിക്ക് ഒരു മനുഷ്യൻ സഹായമില്ല, തൻ്റെ ഭാര്യ പോലും തന്നെ തള്ളിപ്പറഞ്ഞു. ആരും തനിക്ക് ഒരു നല്ല വാക്ക് പറയുവാനില്ല. തൻ്റെ സ്നേഹിതർ തന്നെ കൈവിടുന്നു. അപ്പോൾ തന്നെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനുമായി യോബ് ശേഷിക്കുന്നു. യോബ് നിഷ്കളങ്കനാണെന്ന് സാക്ഷ്യം 3 പ്രാവശ്യം 2 അധ്യായങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 പ്രാവശ്യവും ദൈവം തന്നെയാണ് പറയുന്നത്. ഭൂമിയിൽ വേറെ ആരുമില്ല യോബിനെ പോലെ എന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. തൻ്റെ മക്കളെല്ലാം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. തൻ്റെ ഉള്ളം കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവനൊരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെ താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിൽ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ഭാര്യ പോലും തന്നെ തള്ളിപ്പറഞ്ഞു. തൻ്റെ സ്നേഹിതന്മാരൊക്കെയും തന്നെ ആശ്വസിപ്പിക്കാൻ വന്നിട്ട് കൂടെ ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ സ്തബ്ധരായിപ്പോയി. ഇത്ര വലിയ ശോധന കണ്ട് തൻ്റെ സ്നേഹിതന്മാർക്ക് ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ അത്ഭുത സ്തബ്ധരായിപ്പോയെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗങ്ങളൊക്കെ നാം പഠിച്ചാൽ യോബിന് അവർ മുഖാന്തരം ആശ്വാസമുണ്ടാകേണ്ടതിന് പകരം യോബിനെ കുറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയുമാണ്. പലപ്പോഴും നമുക്കും അതാ സംഭവിക്കുന്നത്. മനുഷ്യർക്കൊക്കെ അങ്ങനെ. നാം വളരെ ശാരീരികമായോ മാനസികമായോ വേദന അനുഭവിക്കുമ്പോൾ നമുക്ക് ആശ്വാസമായി തീരേണ്ട പലരും വന്ന് നമ്മെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുത്തുവാക്കുകൾ പറഞ്ഞ് നമ്മെ വേദനിപ്പിക്കുവാൻ തുടങ്ങും. ഇന്നാർക്കും ഒരു കുഴപ്പമില്ലല്ലോ, എന്നാൽ നിനക്കിങ്ങനെ വന്നതെന്താ, അതിൻ്റെ കുഴപ്പം കൊണ്ടാ എന്ന് പറഞ്ഞ് നമ്മളെ വേദനിപ്പിച്ചെന്നിരിക്കും. ദൈവത്തിന് സ്തോത്രം. യോബിൻ്റെ സ്നേഹിതരുടെ വാക്കുകൾ യോബിനെ വ്യസനപ്പെടുത്തുന്നതാണെന്ന് അവർക്ക് മനസ്സിലായില്ല. യോബിൻ്റെ സ്നേഹിതര് അവരുടെ ആശ്വാസവാക്കുകൾ തനിക്ക് വ്യസനമുണ്ടാക്കുന്നതാണ്, അവർ തന്നെ വേദനപ്പെടുത്തുന്നുണ്ട് എന്നവർക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ബിൽദാദിൻ്റെ സംഭാഷണം 12-ാം അധ്യായത്തിൽ നിർത്തിയിരിക്കുന്നത് നീതികെട്ടവൻ്റെ വാസസ്ഥലം ഇങ്ങനെയാകുന്നു, ദൈവത്തെ അറിയാത്തവൻ്റെ ഇടം ഊവണ്ണം തന്നെ എന്ന് തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട 18-ാം അധ്യായം അവസാനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ സാഹചര്യത്തിൽ യോബ് ദൈവത്തെ പോലും ചോദ്യം ചെയ്യുകയാണ്. കാരണം തനിക്ക് ഒരിടത്തും ആശ്വാസം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ നിന്ദിക്കുകയും പരിഹസിക്കുകയുമാണ് ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് കൊടുത്ത ഒരു മറുപടിയാണ് 19-ാം അധ്യായത്തിൽ. ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു, എന്നോട് കാഠിന്യം കാണിപ്പാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. ദൈവത്തിന് സ്തോത്രം എന്നാണ് യോബ് പറയുന്നത്. അന്ധകാരത്തിൻ്റെ അടിത്തട്ടിലായിരിക്കുന്ന യോബിന് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു, ഇതിൻ്റെ കാരണം എന്താണ് എന്നൊന്നും മനസ്സിലായില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും പരിശോധനകളും പ്രശ്നങ്ങളും വരുമ്പോൾ ദൈവം നമ്മോട് കഠിനമായി ഇടപെടും. ദൈവം നമ്മുടെ മേൽ ജ്വലിക്കുകയാണെന്നൊക്കെ പറയാൻ മടിക്കുകയില്ല ആളുകൾ. എന്നാൽ എല്ലാ സാഹചര്യങ്ങളും നാം അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ദോഷത്തിനായി പരീക്ഷിക്കുകയില്ല. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ യോബിന് ആത്മവിശ്വാസമുണ്ടായിരുന്നു. യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും
അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ലോകപ്രകാരമുള്ള എല്ലാവരും തന്നെ കൈവിട്ടു. കഷ്ടകാലത്ത് തനിക്ക് ആശ്വാസം പകരേണ്ട തൻ്റെ ഭാര്യ പോലും തന്നോട് സഹതാപം കാണിക്കാതെ മറുതലിച്ചു നിൽക്കുന്നു. എത്ര ദുഃഖകരം! ഈ കഷ്ടതയെല്ലാം ഉണ്ടാകുവാനുള്ള കാരണം താൻ എന്താണ് കാരണമെന്ന് താൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അന്ധകാരത്തിൽ എന്ത് ചെയ്യേണ്ടു എന്നറിയുവാൻ പാടില്ലാത്ത കഷ്ടതയിൽ മുഴുകിയിരിക്കുന്ന യോബിൻ്റെ ഹൃദയത്തിൽ സ്വർഗീയമായ ഒരു വലിയ വെള്ളി വെളിച്ചം വീശി. തൻ്റെ വിശ്വാസത്താൽ, ആത്മവിശ്വാസത്താൽ അവൻ നിറഞ്ഞ് പറയുന്ന വാക്കുകളാണ് 19:25. ഞാൻ അറിയുന്നു എന്ന്. എന്താണ് യോബേ നീ അറിയുന്നത്? അതെ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. മോവാബിൽ നിന്ന് ബെത്ലഹേമിലേക്ക് ആശ്രയിപ്പാൻ ആരുമില്ലാതെ നവോമിയോടുകൂടെ വന്ന രൂത്തിന് ഒരു വീണ്ടെടുപ്പുകാരനെ കിട്ടിയത് എത്ര സന്തോഷകരമായിരുന്നു. അതുപോലെ തന്നെ തന്നെയും വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു. ലോകത്തിൽ ആശ്രയമെന്ന് തോന്നുന്ന എല്ലാവരും മാറിപ്പോകും. എന്നാൽ നമ്മെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു എന്നോർത്ത് എത്രയോ നമുക്ക് ധൈര്യത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ പൈതലേ, നിനക്കൊരു വീണ്ടെടുപ്പുകാരൻ്റെ ആവശ്യമുണ്ടോ? നീ രോഗബാധിതനായി കഴിയുകയാണോ? സാമ്പത്തിക ഞെരുക്കത്താൽ ഭാരപ്പെടുകയാണോ? ആരും സഹായത്തിനായി എത്തിയില്ല എന്ന് തോന്നലുണ്ടോ? എന്നാൽ ഈ കാര്യം ഒരിക്കലും മറന്നുപോയത്, നീ കർത്താവിനെ കണ്ടുമുട്ടിയവനായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ നിൻ്റെ ഉള്ളു മുഴുവനും വേദന കൊണ്ട് നിറയുകയായിരിക്കാം, നിരാശ മൂടിയിരിക്കുകയായിരിക്കാം. മറന്നു പോകരുത്, നിന്നെ വീണ്ടെടുത്തവൻ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്നാണ് യോബ് പറഞ്ഞത്. പൊടിമേൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമിമേലെന്ന അർത്ഥത്തിലാണ്. ഹി ഷാൽ സ്റ്റാൻഡ് അറ്റ് ലാസ്റ്റ് ഓൺ എർത്ത് എന്നാണ് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഈ കഷ്ടതയെല്ലാം മാറിപ്പോകും. ഈ ലോകത്തു നിന്നും മരണം വഴിയായി മാറിപ്പോകുമെങ്കിൽ ഒടുവിൽ അവൻ വന്ന് പൊടിമേൽ നിൽക്കും. ഒരു കോടതിയിൽ ഒരു സാക്ഷി നിന്നുകൊണ്ട് ഒരു പ്രതിയെപ്പറ്റി നല്ലത് പറയുന്നത് പോലെ അവൻ ഭൂമിയിൽ ഒടുവിലായി വന്നിട്ട് എൻ്റെ നിഷ്കളങ്കതയ്ക്ക് സാക്ഷി നിൽക്കുമെന്ന് ഓർത്തുകൊണ്ടായിരിക്കണം ഈ വാക്ക് യോബ് ഉപയോഗിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ യോബ് ആഗ്രഹിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഒന്ന് എഴുതിയിരുന്നെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ചു വച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈ കഥ, എൻ്റെ ഈ അനുഭവം, എൻ്റെ വാക്കുകൾ, ഞാൻ അനുഭവിച്ച വേദന, എനിക്ക് ലഭിച്ച പരിഹാസം, എൻ്റെ നിന്ന, എനിക്ക് അപമാനം, എന്നെ സ്നേഹിതർ പഴിക്കുന്നത് ഒക്കെ ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചെങ്കിൽ, അവയെ ഇരുമ്പാണിയും ഈയമ്പും കൊണ്ട് പാറയിൽ സദാകാലത്തേക്ക് കൊത്തിവെച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചെയ്താൽ അത് സദാകാലത്തേക്ക് ഒരു റെക്കോർഡായിരിക്കുമല്ലോ. യോബിൻ്റെ കാലം കഴിഞ്ഞാലും വരുന്ന തലമുറകൾ തൻ്റെ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും ദൈവഭക്തിയും അറിയണം എന്നവന് നിർബന്ധമുണ്ട്. ദൈവത്തിലെ നീ കർത്താവിന് വേണ്ടി നിന്നത്, പ്രതികൂലങ്ങളിൽ പതറിപ്പോകാതെ കർത്താവിന് വേണ്ടി നിന്നത്,
അപമാനം സന്തോഷത്തോടെ സഹിച്ചത്, വേദനപ്പെട്ടത്, കർത്താവിൽ ആശ്രയിച്ചതൊക്കെ പിൻതലമുറ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ ആത്മാർത്ഥത, തൻ്റെ നിഷ്കളങ്കതയൊക്കെ സത്യാവസ്ഥ അറിയാൻ ലോകത്തിന് അവകാശമുണ്ടെന്ന് യോബ് നിശ്ചയിച്ചു. തൻ്റെ അനുഭവം, തൻ്റെ സത്യാവസ്ഥ അറിയാതെ സ്നേഹിതർ കുറ്റപ്പെടുത്തിയപ്പോൾ മാറാത്തവനായ വീണ്ടെടുപ്പുകാരനെ പറ്റിയുള്ള ദർശനം ലഭിച്ചതും അത് അവനെ ആശ്വസിപ്പിച്ചതും എല്ലാം ഒരു പുസ്തകത്തിലോ പാറമേലോ എഴുതി വെച്ചാൽ തൻ്റെ വിശ്വസ്തതയെപ്പറ്റി വരും തലമുറകൾ അറിയുവാനിടയാകും എന്ന് യോബ് കരുതി. ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസ്തയോടെ നിന്നു എന്ന് തലമുറയെ അറിയിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണ്ടേ? കഴിയുമോ? അതോ പതറിപ്പോയ അനുഭവമാണോ പിൻതലമുറ അറിയാൻ പോകുന്നത്? കർത്താവിന് വേണ്ടി ഞാൻ ധൈര്യത്തോടെ നിന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നവനാണെന്ന് മനസ്സിലാക്കുകയും അവനിൽ വിശ്വാസവും ധൈര്യവും കണ്ടെത്തുകയും ചെയ്യും. എൻ്റെ തലമുറ ഞാൻ വിശ്വസ്തയോടെ നിന്നത്, പ്രതികൂലങ്ങളിൽ പതറിപ്പോവാഞ്ഞത് ഒക്കെ കണ്ട് അവരും വിശ്വാസത്തിൽ ഉറയ്ക്കുവാനിടയായിത്തീരണം. ദൈവത്തിന് സ്തോത്രം എന്നാണ് യോബ് ഓർത്തത്. വരും തലമുറയ്ക്കായി നമുക്ക് കൊടുക്കുവാനുള്ള സാക്ഷ്യം എന്താണ്? വരും തലമുറയോട് പറഞ്ഞു കൊടുക്കുവാനുള്ള സന്ദേശം എന്താണ്? ദൈവപൈതലേ, യോബിന്, അബ്രഹാമിനെ പറ്റി ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത്, അബ്രഹാമിനെ ഞാൻ തിരഞ്ഞെടുത്തത് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്ന, ഞാൻ അവന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ, അബ്രഹാം എന്നിൽ നിന്ന് പഠിച്ചിരിക്കുന്ന വിഷയങ്ങൾ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാ ദൈവം അബ്രഹാമിനെ കുറിച്ച് പോലും പറഞ്ഞിരിക്കുന്നത്. അതായത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്ത് അവൻ നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് ശേഷമുള്ള കുടുംബത്തോടും നീതി ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കണ്ടോ, ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അബ്രഹാമിന് ദൈവത്തിൽ നിന്നും ലഭിച്ച അനുഗ്രഹങ്ങളും ദൈവം അബ്രഹാമിനെ പഠിപ്പിച്ച വഴികളും അവൻ്റെ പിൻതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അബ്രഹാമിൻ്റെ കാലികനാണ്, അബ്രഹാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആൾ തന്നെയാണ് യോബും. യോബ് ഉദ്ദേശിക്കുന്നത് ഇത്ര വലിയ പോരാട്ടത്തിൻ്റെ നടുവിലും നിന്നു പോകുവാൻ, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിൽക്കുവാൻ ദൈവം അവന് കഴിഞ്ഞു, ദൈവം അവന് കൃപ നൽകിയെന്ന് തൻ്റെ തലമുറ മനസ്സിലാക്കണം എന്ന് യോബിന് നിർബന്ധമുണ്ടായിരുന്നു. ഈ വലിയ പോരിൻ്റെ നടുവിലും വീണുപോകാതെ നിന്ന എൻ്റെ പിതാവ് എന്ന് കുഞ്ഞുങ്ങൾ പറയണം. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറയുന്നത് പോലെ യോബിൻ്റെ ദൈവം എന്ന് തലമുറകൾ പറയുവാൻ ഇടയായിത്തീരണം. ദൈവത്തിന് സ്തോത്രം. ദൈവസംബന്ധമായി
ദൈവസംബന്ധമായി തൻ്റെ പിതാവ് മുഖാന്തരം കുഞ്ഞുങ്ങൾക്ക് ഊറ്റം കൊള്ളുവാനിടയായിത്തീരണം. വിശ്വാസത്തിൽ ഉറച്ചു നിന്നവനെ എൻ്റെ പിതാവെന്ന് തലമുറ പറയുവാൻ ഇടയായിത്തീരണം എന്ന് യോബിന് നിർബന്ധമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവനിൽ ദൈവത്തിലുള്ള ആശ്വാസവും ധൈര്യവും കണ്ടെത്തുവാൻ കുഞ്ഞുങ്ങൾക്കിടവരണം. ഇന്ന് ഇതേ സന്ദേശം തന്നെ നമ്മുടെ തലമുറയ്ക്ക് നാമും കൊടുക്കേണ്ടതല്ലയോ? നമ്മുടെ തലമുറയ്ക്ക് വെച്ചിട്ട് പോകുവാൻ നമ്മുടെ പക്കൽ എന്തുണ്ട്? നമ്മുടെ തലമുറയും നമ്മുടെ കാൽപ്പാടുകളെ പിൻപറ്റേണ്ടതല്ലേ? അങ്ങനെ നമുക്ക് ചിന്തയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സാക്ഷ്യം എഴുതി വെച്ച് മറ്റുള്ളവർ വായിക്കട്ടെ എന്ന് പറയുവാനുള്ള ധൈര്യം ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവവേദനയിലെ നിൻ്റെ സാക്ഷ്യം നിൻ്റെ തലമുറയോട് കണ്ണുനീരോടെ പറയുവാൻ നിനക്ക് കഴിയുമോ? നീ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകും മുൻപേ തലമുറയ്ക്ക് വയ്ക്കുവാനൊരു മാർഗരേഖ ക്രിസ്തുവിൽ, കർത്താവിൽ ജീവിച്ചു, ക്രിസ്തുവിൽ മരിച്ചു എന്ന് പറയുവാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലത് പഠിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള മാതൃക കാണിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിന് നമ്മെ നോക്കി എന്തെങ്കിലും പഠിക്കുവാൻ ചിലത് വേണം എന്നാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം മുഴുവനും ദൈവത്തിൻ്റെ വചനം തങ്ങളാലാവോളം മനസ്സിലാക്കി അതനുസരിച്ച് കൃത്യമായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നുവെന്ന് നമ്മുടെ തലമുറ നമ്മെ സാക്ഷ്യം പറയണം. ദൈവത്തിന് സ്തോത്രം എന്നാണ് യോബ് ഇവിടെ ഉദ്ദേശിക്കുന്നതും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്തു വന്നാലും കർത്താവിനെ വിട്ട് തലമുറയും പിന്മാറിപ്പോകരുത്. ഞാൻ അനുഭവിക്കുന്ന വിശ്വാസത്തിൻ്റെ പരിശോധന എൻ്റെ തലമുറയ്ക്ക് വന്നാൽ അവർ ഈ ദൈവത്തെ വിട്ടു പോകരുത് എന്നാണ് നാം മറ്റുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. യോബ് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. എൻ്റെ തലമുറയും ഇതുപോലെ ശോധന വന്നാൽ എൻ്റെ പിതാവ് അനുഭവിച്ച വേദനയെ എനിക്കും വരുന്നുള്ളൂ എന്നോർത്ത് എന്നെപ്പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുവെന്ന് എൻ്റെ കുഞ്ഞുങ്ങളും പറയണം എന്നാ യോബ് ഉദ്ദേശിക്കുന്നത്. ദൈവവേദനയിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ ഒരു മാതൃകയാണോ? അവർ പറയുമോ എൻ്റെ അപ്പൻ സേവിച്ച ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്തു വന്നാലും കർത്താവിനെ വിട്ടു പോകയില്ല. യോബിൻ്റെ ഭാര്യ പറയുന്നത് നീ തള്ളി പറഞ്ഞിട്ട് പോയി ചാകാം. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ കർത്താവിനെ വിട്ടു പോയില്ല. എൻ പ്രിയ യേശു രക്ഷകനേ, നിൻ സന്നിധി ഞാൻ വരുന്നു. എൻ പ്രിയ യേശു രക്ഷകനേ, നിൻ സന്നിധി ഞാൻ വരുന്നു. നിൻ വലഭുജത്താൽ എൻ കരം പിടിച്ചു എന്നെന്നും വഴി നടത്തോ. എന്തു വന്നാലും യേശുവിനായി ഞാൻ
എന്നെന്നും ജീവിപ്പാനാ. എന്തു വന്നാലും യേശുവിനായി ഞാൻ എന്നെന്നും ജീവിപ്പാനായി. പരിശുദ്ധ പിതാവേ, യോബിനെ പോലെയുള്ള പ്രതിസന്ധിയുടെ നടുവിൽ അടിയങ്ങളായി പോയാൽ നിന്നോട് ചേർന്ന് നിൽപ്പാൻ കൃപ ചെയ്യണമേ. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നിന്നിൽ വിശ്വസിപ്പാനും ആശ്രയിപ്പാനും, പരിശോധനയിൽ പതറിപ്പോകാതെ നിന്നോട് ചേർന്ന് നിൽപ്പാൻ, നിന്നിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ. നിന്റെ സന്നിധിയിൽ തലകളെ വണക്കിയിരിക്കുന്ന നിൻ്റെ മക്കളെ എല്ലാം സമർപ്പിക്കും. വിടുതലോടെ, ആശ്വാസത്തോടെ, ജയത്തോടെ നിന്നെ സേവിപ്പാൻ കൃപ നൽകണേ. ഞങ്ങളുടെ തലമുറയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുപ്പാൻ, അവർക്ക് വേണ്ടി ചില നന്മകൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച് കൊടുപ്പാൻ, അവരുടെ മുമ്പിൽ ഒരു മാതൃകയായിരിക്കാൻ ജനത്തിന് കൃപ നൽകിയാട്ടെ. അനേക പ്രതിസന്ധികളിൽ, രോഗങ്ങളിൽ, ക്ഷീണങ്ങളിൽ, ഞെരുക്കങ്ങളിൽ ഒക്കെ ആയിരിക്കും നിൻ്റെ മക്കളുണ്ട്. അവരുടെ വിഷയങ്ങളെയൊക്കെ കർത്താവ് കാണുന്നു. ഇന്ന് പകൽക്കാലം വിഷയങ്ങൾക്ക് പരിപൂർണ സൗഖ്യം, ഇന്ന് പകൽക്കാലം വിഷയങ്ങൾക്ക് പരിപൂർണ ആശ്വാസം, വിടുതൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. വിടുതൽ അയച്ചതിനാൽ സ്തോത്രം, ശക്തീകരിച്ചതിനാൽ സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനാൽ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.